പോസ്റ്റ് പാർട്ടം സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, അതായത് പ്രസവാനന്തരം ഉണ്ടാകുന്ന മാനസിക രോഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് മാതൃഭൂമി ക്രൈം ബീറ്റിലെ ഇത്തവണത്തെ ലേഖനം. പ്രസവശേഷം പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിലും പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നതിന് മുൻപ് പോസ്റ്റ് പാർട്ടം ബ്ലൂസ് അഥവാ ബേബി ബ്ലൂസ് എന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പ്രസവശേഷം ചില സ്ത്രീകളിൽ ഉണ്ടാകുന്ന ചെറിയ മാനസിക വ്യതിയാനങ്ങളെയാണ് നാം ബേബി ബ്ലൂസ് എന്ന് വിളിക്കുന്നത്. അമിതമായ ഉത്കണ്ഠ, ആകുലതകൾ, ഉറക്കക്കുറവ് തുടങ്ങിയവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. എന്നാൽ ഇതെല്ലാം കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ ചികിത്സയൊന്നും കൂടാതെ തനിയെ മാറുന്നതാണ്. ഇത് ഒട്ടും ഗുരുതരമായ അവസ്ഥയല്ല. എന്നാൽ ചില ആളുകളിൽ ഇതിലപ്പുറം ഗുരുതരമായ മാനസിക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായും 3 ലക്ഷണങ്ങളാണ് ഈ രോഗത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ആദ്യമായി 2 ആഴ്ചയോ അതിൽ കൂടുതലോ നിലനിൽക്കുന്ന തുടർച്ചയായ അകാരണമായ വിഷാദം. രണ്ടാമതായി അകാരണമായ ക്ഷീണം അനുഭവപ്പെടൽ. മൂന്നാമതായി മുൻപ് ചെയ്തിരുന്ന കാര്യങ്ങളിലുള്ള താല്പര്യക്കുറവും അത് ആസ്വദിക്കാൻ കഴിയാതെയും ഇരിക്കുന്ന അവസ്ഥ. ഈ 3 പ്രധാന ലക്ഷണങ്ങൾ. ഇതിൻ്റെ കൂടെ ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെടൽ, സ്വയം നിസ്സഹായയായി തോന്നുന്ന അവസ്ഥ, സ്വയം മതിപ്പില്ലാതിരിക്കുന്ന അവസ്ഥ എന്നിവയും ഉണ്ടാകാം. എന്നാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം രോഗികളിൽ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണതയും ഉണ്ടാകാം എന്നതാണ്. ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മുൻപ് പറഞ്ഞതുപോലെ രോഗിക്ക് ആത്മഹത്യ പ്രവണത ഉണ്ടാവാം. രണ്ടാമത്തേത്, കുഞ്ഞിനോടുള്ള അകാരണമായ ദേഷ്യം ഉണ്ടാവാം. ഇത് കാരണം കുഞ്ഞിനെ അവഗണിക്കാനുള്ള സാധ്യതയുമുണ്ട്. ചില അമ്മമാരിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കാനോ കൊല്ലാനോ വരെയുള്ള തോന്നലും വരെ ഉണ്ടാകാം. അതുകൊണ്ട് ഇത്തരം രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ രോഗിയെ ഡോക്ടറെ കാണിക്കുകയാണ് വേണ്ടത്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും സൈക്കാട്രിസ്റ്റിനെ കാണാനുള്ള മടി കൊണ്ട് ഇത്തരം രോഗങ്ങൾ അറിയാതെ പോവാറുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവന് തന്നെ അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക, ഇത്തരം രോഗങ്ങൾ അവഗണിക്കാതിരിക്കുക.